ഞാൻ ഒരു കഥ കൊണ്ട് തുടങ്ങണോ പാട്ടുകൊണ്ട് തുടങ്ങണോ എന്നൊരു സംശയം വന്നു എനിക്ക്. ഇപ്പോൾ ഏതപ്പം നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അയ്യോ, അതിപ്പോൾ രണ്ടും കൂടി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ കഥ തുടങ്ങിയിട്ട് പാട്ട് പാടാൻ നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ നോക്കട്ടെ. വിദേശ രാജ്യത്ത്, ഗൾഫ് രാജ്യത്ത് ഒരു ബോർഡ് എഴുതിയിട്ട് ഒരു കുട്ടി ഇങ്ങനെ പുറത്ത് നല്ല തിരക്ക് പിടിച്ചൊരു അങ്ങാടിയിൽ ഒരു ചെറിയ ബോർഡും ഒരു ബക്കറ്റും വെച്ചിട്ടുണ്ട്. കാഴ്ച പരിമിതന. അപ്പോൾ കുട്ടി 10 വയസ്സിന് താഴെയാണ്. കുട്ടീൻ്റെ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ പറയാം, ഞാനൊരു കാഴ്ച പരിമിതനാണ്, എല്ലാവരും എന്നോട് സഹകരിക്കണം, ഈ ബക്കറ്റിൽ വല്ലതും ഇടണം എന്നാണ് ആവശ്യപ്പെട്ട് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ഒരു 5 റുപ്യ 10 റുപ്യക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരാൾ കുറച്ചൊരു ചെറുപ്പക്കാരനായ ഒരു ചങ്ങാതി ഇങ്ങനെ വന്ന് കണ്ടിടയ്ക്കും നല്ലൊരു കനത്തിലൊരു സംഖ്യ ഇട്ട്. എന്നിട്ട് ആ കുട്ടീനോട് പറഞ്ഞു, ഞാൻ ഈ ബോർഡും എഴുതിയ വാക്കൊന്ന് മാറ്റി എഴുതാൻ പോകുകയാണ്, ഈ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ മാറ്റി എഴുതിക്കൂടെ, എന്താണ്? അയാൾ എന്തോ ഒരു വാക്ക് ആ ബോർഡും എഴുതി വെച്ച വാക്ക് മാറ്റി വെച്ചു. നേരത്തെ എഴുതി വെച്ചത് ഞാനൊരു കാഴ്ച പരിമിതനായ മനുഷ്യനാണ്, നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ സഹകരിക്കണം എന്നായിരുന്നു. അത് മാറ്റി എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ എഴുതാൻ തീരുമാനിച്ചപ്പോൾ ഇയാളിത് ബോർഡും എഴുതി കറക്റ്റായിട്ട് സംഘടിപ്പിച്ച് പോയി. 10 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയത് കുട്ടി അതുവരെ 1 റുപ്യ 2 റുപ്യ 5 റുപ്യ വന്നത് ഈ ബോർഡിൻ്റെ എഴുത്തങ്ങോട്ട് മാറ്റിയതിന് ശേഷം 100, 200, 500 സ്വർണത്തിൻ്റെ വില മാതിരി ഇതിങ്ങനെ കയറി പോവുക. ഉച്ചയ്ക്ക് ശേഷം ഇയാൾ വീണ്ടും വന്ന് നോക്കി കുട്ടീൻ്റെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നിട്ട് ഞാനാണേ രാത്രി വന്ന ആൾ. നിങ്ങൾ എന്താ ഇവിടെ കാട്ടിപ്പോയത്? നിങ്ങൾ പോയതിന് ശേഷം ഇവിടെ ഇത് പൈസ തന്നെ എങ്ങനെ ഒരു ഒഴിവില്ലാതെ വരിക തന്നെയാണ്. നിങ്ങൾ സത്യത്തിൽ എന്താ ഇവിടെ എഴുതിച്ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊന്നുമില്ല, ഞാനൊരു ചെറിയ വാക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് എഴുതി വെച്ചത്, ഈ പ്രഭാതം മനോഹരമായിരിക്കുന്നു, പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതിന് ഞാനൊരു കാഴ്ച പരിമിതനാകുന്ന നെഗറ്റീവ് മൈൻഡിന് പകരം നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയുന്നത് എനിക്ക് കാണാൻ കഴിയണില്ല എന്ന് അവരെ നാട്ടുകാരെ ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ളൊരു മെസ്സേജാണ് ചെറുപ്പക്കാരൻ എഴുതിച്ചത്. നിങ്ങൾക്കൊക്കെ പലതും കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റണില്ല. അപ്പോൾ സ്വാഭാവികമായും ആ വാക്കിൽ നിന്ന് ഒരാൾ ഒന്ന് ചിന്തിക്കും, എന്താ അപ്പം അത് എഴുതി വെച്ചത്. അങ്ങനെ ആ സംഭവം അത് അവിടെ വെച്ച് അവസാനിക്കണം. അഥവാ നമ്മുടെ ചില ചിന്താഗതികളിൽ, കുടുംബമാകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, ജോലിയാവട്ടെ, ഒരു ചെറിയ ചിന്താഗതിയിൽ വരുന്ന മാറ്റം മതിയാവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്കത് കാരണമാകും. ഇവിടെ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരിൽ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ട, നമ്മളൊക്കെ പറയില്ലേ, എന്താ കുറേ പൈസ ഉണ്ടായിട്ട്, എന്താ കുറേ പേരുണ്ടായിട്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ. അതേപോലെ ചില മനുഷ്യന്മാരുടെ സ്വഭാവം കണ്ടാൽ നമ്മൾ ചോദിക്കും, പട്ടിണി കാണാത്ത കണ്ണെന്തിന്, പരിഭവം കേൾക്കാത്ത കാതെന്തിന്, നൊമ്പരം കണ്ടാൽ അറക്കുന്ന കൈകൾ മനുഷ്യാ നിനക്കെന്തിന്, മനുഷ്യാ നിനക്കെന്തിന്. പട്ടിണി കിടക്കുന്ന, വിശപ്പ് കാണാൻ കഴിയാത്ത കുറെ കണ്ണുണ്ടായിട്ട് എന്താടാ? ഒരാളുടെ സങ്കടം എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ കഴിയാത്ത ചെവി എന്തിനാടാ? അതുപോലെ തന്നെ മനുഷ്യന്റെ അവസ്ഥയിൽ അവിടെ കാണുന്ന ആളുകളുടെ പ്രയാസങ്ങളിൽ അറപ്പ് തോന്നുന്ന ആളാണെങ്കിൽ നിനക്ക് എന്തുണ്ടായിട്ട് എന്താണ് മനുഷ്യ? ഈ ചോദ്യം നമ്മൾ ഉയരത്തിൽ ഉറക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം ഇവിടെ തന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മൾ ഇല്ല എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുക. അല്ല, എനിക്കൊരുപാട് പടച്ചോൻ തന്നിട്ടുണ്ട് എന്നിങ്ങനെ ഇടക്കിടക്ക് പറയണം. അമ്മയതസാഅലൂൻ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല 10 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഓത്ത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ ഓത്തിൻ്റെ ഇടയിൽ കാണാം, അലം നജഅലിൽ അർള മിഹാദാ, പിന്നെന്താ, വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ
وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. എന്താ ഖുർആൻ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്താ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്നൊരു എത്ര ഓതിയാലും അങ്ങോട്ട് നമുക്ക് നിർത്താൻ അങ്ങോട്ട് പൂതിയാവില്ല. എത്ര കൊല്ലമായി നമ്മൾ ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ട് എന്ത് ഫാത്തിഹ ഞങ്ങൾ വേറെന്തേലും ഓദിക്കാന്ന് നമ്മൾ പറയില്ല. അത് മടുക്കാത്ത അള്ളാന്റെ കലാമാ. ആ ഖുർആൻ പറയാണ് നിങ്ങൾക്ക് ഭൂമി തന്നിലെ തൊട്ടില് പോലെ നടക്കാൻ സഞ്ചരിക്കാൻ, വൽ ജിബാല ഔതാദ നിങ്ങൾക്ക് പർവ്വതങ്ങൾ തന്നിലെ ആണിയാക്കി ഉറപ്പിച്ചു നിർത്താൻ. എന്നിട്ട് പറയാണ് വഖലഖനാകും അസ്വാജ നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചില്ലേ. ആണിനൊരു പെണ്ണ്, പെണ്ണിനൊരാണ്. ഒരു കുടുംബ വ്യവസ്ഥ അനുസരിച്ച് ഈ ലോകത്ത് ആദിമ മനുഷ്യനായ ആദം നബിക്ക് ഒരാളെ കൊടുത്തു. ആരാ? ആദം നബിക്ക് ഒരാളെ കൊടുത്തിട്ടുണ്ട്. ഹവ്വാ റളിയല്ലാഹു അൻഹയെ കൊടുത്തിട്ടുണ്ട്. അതിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കുടുംബം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കുടുംബം പ്രസക്തമാണ് എന്ന് തെളിയിക്കാനാണ് ഒന്നാമത്തെ മനുഷ്യനെ പോലും കല്യാണം കഴിപ്പ് അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ഇണ എന്ന സമ്പ്രദായത്തെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവസാനിപ്പിച്ചത്. അതിൽ മക്കളുണ്ടായിട്ടുണ്ട്. ഹാബീലും കാബീലും ഒക്കെ അതിലുണ്ടായ മക്കളാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ നമ്മളടക്കമുള്ളവർ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും പേര് വിളിക്കല് ഇബ്ന ആദം, ആദമിൻ്റെ പുത്രൻ എന്നാണ് നമ്മളെ വിളിക്കുക. ലോകത്ത് വന്ന അമ്പിയാക്കന്മാര് കല്യാണം കഴിച്ചിട്ട് മക്കളും പേരക്കുട്ടികളായിട്ട് ജീവിച്ചത്. ഈ കുടുംബത്തിന്റെ അടിവേരറക്കുന്ന പലതരത്തിലുള്ള അവസ്ഥകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. കല്യാണം വേണ്ട, ഓല് പറയണത് കല്യാണം വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ഒരാൾ കൂടെ ഉണ്ടായാൽ മതി. കല്യാണം കഴിച്ചോളണമെന്നൊന്നുമില്ല, ഓളെ കൂടെ ഇങ്ങനെ നടന്നാൽ മതി. ലിവിങ് ടുഗദർ എന്ന പോലെ ഇംഗ്ലീഷിലതിന് പറയാം. പേര് ഇംഗ്ലീഷിലായതുകൊണ്ട് അത് ഇംഗ്ലീഷ് കൾച്ചറാണ്. ഭർത്താവല്ല, ഓൻ്റെ ആളാണ്. ഓനിങ്ങനെ കൊണ്ട് നടക്കും. വേണ്ടാന്ന് തോന്നിയാൽ അവൻ്റെ ഒഴിവാക്കുക, കഴിഞ്ഞ്. അല്ല കുട്ടീനെ ഞാൻ നോക്കുക, കുട്ടീനെ ആരെങ്കിലും നോക്കിക്കോട്ടെ. വേറെ ചില ആൾക്കാർ കല്യാണം വേണ്ട, പിന്നെന്താ വേണ്ട? വ്യഭിചാരം. പറ്റുന്നിടത്ത് പറ്റുന്ന ആളെ കിട്ടുന്ന തരം നോക്കിയിട്ട് അതിന് പറ്റുന്ന സ്ഥലങ്ങൾ തേടിയിട്ട് തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നടക്കുക. കല്യാണം വേണ്ട. സ്വവർഗരതി ആണ് പെണ്ണ് പെണ്ണിൻ്റെ കൂടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആ സമ്പ്രദായങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. അവിടുന്നാണ് ഇസ്ലാം പറഞ്ഞത് മനുഷ്യരെ നിങ്ങൾക്ക് ഇതൊന്നല്ലട്ടോ പരിഹാരം. വമിന്നായാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളെ ഇണകളാക്കി ആണാക്കി പെണ്ണാക്കി സൃഷ്ടിച്ചത് അല്ലാഹുവിൻ്റെ അത്ഭുതമാണ്, ദൃഷ്ടാന്തമാണ്. നിങ്ങൾക്കിടയിൽ ജീവിച്ചു പോകാൻ ആണിൻ്റെ ശരീരം പെണ്ണിൻ്റെ ശരീരം രണ്ടും രണ്ടാണ്. ആണിൻ്റെ മനസ്സ് പെണ്ണിൻ്റെ മനസ്സ് രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒത്തുപോകാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ അല്ലാഹ് ഇട്ടു തന്നിരിക്കുന്നു. ഒന്ന് മവദ്ദത്താണ്, സ്നേഹവികാര പ്രകടനങ്ങളാണ്. വറഹ്മ, അവസാനം എന്തൊക്കെ പോരായ്മ വന്നാലും എന്തൊക്കെ വൈകല്യങ്ങൾ വന്നാലും എന്തൊക്കെ കുറവ് വന്നാലും ഉൾക്കൊള്ളാനുള്ള മനസ്സാകുന്ന റഹ്മത്ത്, കാരുണ്യം. എന്താണ് പുറത്ത് നല്ല ബഹളം? സെക്രട്ടറി ഇടപെട്ടുന്നു. അത് ഡോർ അടച്ചില്ലെങ്കിൽ ഒരാൾ കൈപൊക്കണ്ട. അയാൾക്ക് എന്താ വെള്ളം വേണമെങ്കിൽ കൊടുത്തു. വളണ്ടിയേഴ്സ് എവിടെ? വളണ്ടിയേഴ്സ് ഇല്ല ഇവിടെ. ഓക്കെ, ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ എൻ്റെ മാതിരി നാണം കുണുങ്ങിയാൽ വരുത്. നിങ്ങൾ കാര്യങ്ങൾ പറയണം. ഡൗട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം, സൂചന തരണം ഞങ്ങൾക്ക്. അപ്പോൾ വെള്ളം വേണ്ടവരൊക്കെ എന്തുള്ള അല്ല, ഇനി മൂത്രമൊഴിക്കാൻ പോകേണ്ടതോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തിയിട്ട് ഒരു സൂചന നമുക്ക് തന്നാൽ മതി കേട്ടോ. അവിടെ വെള്ളം ചോദിക്കുന്നുണ്ട് എല്ലാവരും. സെക്യൂർ ഉസ്താദേ, എൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ഒരു വെള്ളം കുടിച്ച്. ഇത് പറഞ്ഞ് കഴിഞ്ഞ എന്തൊക്കെ അവസ്ഥ പോലെ ചോറ് വയ്ക്കൂലേ? ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കണം എന്ന് അറിയണില്ലേ? അത് ഞാൻ ഇപ്പോൾ കുടിച്ചിട്ടപ്പോൾ തുടങ്ങിയത്. ഇനി ഇടയ്ക്ക് ഞാൻ ഇൻഷാ അല്ലാ കുടിക്കും. അതെ, എന്നാൽ നോക്കാം നമുക്ക്. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പടച്ചോ ഞമ്മക്ക് സംവിധാനിച്ചെന്നതാണ്. ഒരു ആണിനൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കണം, പെണ്ണ് ആണിൻ്റെ കൂടെ ജീവിക്കണം. അതിനാണ് കല്യാണം എന്ന് പറഞ്ഞത്.
ആ കല്യാണങ്ങൾ മലീമസായിക്കൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ പോയോടത്ത് പലയിടത്തും പല ഒച്ചപ്പാടും ബഹളും ഡാൻസും എല്ലാം നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുകയാണ്. എന്തിനപ്പോൾ കല്യാണത്തിനിപ്പോൾ ഇതൊക്കെ പാടേ? ഇതൊന്നും പണ്ടില്ലല്ലോ. ഇതിങ്ങോട്ട് തുടങ്ങിക്കുകയാണ്. ഇതെന്തോ വലിയൊരു ആഘോഷിക്കേണ്ട സംഭവമാണെന്ന് തോന്നിയിട്ട് അങ്ങ് കൂത്താടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും എതിർക്കാൻ പറ്റുന്നവർ അതിനെ എതിർക്കണം. എത്ര സ്ഥലത്താണെന്നറിയോ ഇത്തരം ആഘോഷങ്ങളും ആർഭാടങ്ങളും പൊങ്ങച്ചങ്ങളും പണങ്ങനെ പൊട്ടിക്കുക. അപ്പുറത്ത് എത്ര സാധുക്കളായ മനുഷ്യന്മാരുണ്ട്. ഈ അടുത്ത് പെരിന്തൽമണ്ണയിൽ ഒരു കല്യാണം നടന്നിട്ട് അതിൻ്റെ മുതലാളി പറയാണ്, കല്യാണം കഴിഞ്ഞന്നേ ഞാൻ ഈ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് 32 ലക്ഷം ഉറുപ്പ്യാണ് ചിലവാക്കിയത്. ഒരു തിന്നാൻ കൊടുക്കാൻ മാത്രമേ, പിന്നെ സ്വർണത്തിൻ്റെ വേറെ, പിന്നെ അവിടുത്തെ ഓഡിറ്റോറിയത്തിൻ്റെ വേറെ. അപ്പോൾ എന്താ ഉള്ള പൈസ മുഴുവൻ ഒരു കല്യാണത്തും അങ്ങോട്ട് തീർക്കാം. ഇവിടെ സാധുക്കൾ പെണ്ണ് ശരിയാകാതെ നടക്കുന്ന കുറേ ആൾക്കാർ, ഒരു പവൻ്റെ സ്വർണം കിട്ടാനില്ലാതെ നടക്കുന്ന ആൾക്കാർ. അതിൻ്റെ ഇടയിലാണ് പണക്കാരൻ അവൻ്റെ ഹുങ്ക് കാണിക്കാൻ, പൈസക്കാരൻ അവൻ്റെ ദൂർത്ത് കാണിക്കാനുള്ള വേദിയായി കല്യാണങ്ങൾ മാറാണ്. ഇസ്ലാം വിവാഹത്തിന് നിബന്ധന വെച്ചിട്ടുണ്ട്. ഇബാദത്താണ്, അതിന് ചില നിബന്ധന ഉണ്ട്. അത് ചെക്കൻ പെണ്ണിനെ കാണണം, പെണ്ണ് ചെക്കനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കണം, വാപ്പ സമ്മതിക്കണം, വലിയ കൈ കൊടുക്കണം, മഹർ നിശ്ചയിക്കണം, സാക്ഷികൾ വേണം, അവിടുന്ന് കരാറ് പറയും. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ കല്യാണം ഇസ്ലാമിൽ വലിയ അതപോടെ ചെയ്യാൻ പറഞ്ഞതാണ്. ആ അദബിൽ ചെയ്യേണ്ടുന്ന കല്യാണങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിന് പുറമെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഭർത്താവിന് ഭാര്യനോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഒരുപാട് കടമകളും കടപ്പാടുണ്ട്. അത് ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ചുണ്ട്. എന്തിനാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്ന് ആദ്യം തിരിച്ചറിയണം. അതിനെന്തറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത സ്വഹാബിമാർ വന്ന് ചോദിക്കുന്നു, നബിയെ ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്, ഞാൻ എന്താണ് എൻ്റെ ഭാര്യനോട് ചെയ്യേണ്ടത്? ഇവിടെ ഇരിക്കണ നിങ്ങൾക്കും എനിക്കും ബാധ്യത ഉള്ള കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. അവിടുന്ന് പറഞ്ഞത്, നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം, പട്ടിണി കിടരുത്. നിന്നെ വിചാരിച്ചിട്ടാണ് ആ പെണ്ണിൻ്റെ വാപ്പ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. നീ അയാളെ, ആ പെണ്ണിന് ഭക്ഷണം കൊടുക്കണം. നീ ധരിക്കുമ്പോൾ അവൾക്ക് വസ്ത്രം കൊടുക്കണം. നമ്മളിങ്ങനെ അവിടുന്ന് പുതിയതിട്ട് നല്ല മൊഞ്ചിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. നമ്മളെ താത്താരെന്താ അവസ്ഥ എന്ന് നമ്മൾ ഇടക്കിടക്ക് ഇതെടുത്തുക്കണോ, അനക്ക് പറഞ്ഞ് വേറെ വേണോ, മാക്സി കീറിയിക്കണോ എന്ന് ചോദിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാവും, എന്നാലും ഓലൊന്ന് സമാധാനിപ്പിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടാവണം. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ, വലാ തദ്രിബിൽ വജ്ഹ്. ഓല വർത്താനം കേട്ടാൽ നമുക്ക് പലതും തോന്നും, പക്ഷേ വലാ തദ്രിബിൽ വജ്ഹ്, നീ അവളുടെ മുഖത്തടിക്കരുത്. നീ അവളെ വഷളാക്കരുത്. ആളുകളുടെ ഇടയിലിട്ടിട്ട് നമുക്ക് തമാശയ്ക്കും, ചിലപ്പോൾ തമാശ അവളെ വഷളാക്കുന്ന തമാശയാകരുത്. അങ്ങാടിയിലും റോഡ് സൈഡിലും നിന്നിട്ട് തമ്മ് തെറ്റരുത്. വഴിയിൽ വെച്ച് വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങി നടക്കരുത്. നമ്മളെ പിണക്കൊക്കെ വീട്ടിലത്തെ വാതിൽ അത് തുറന്നാൽ കഴിയണം. അങ്ങാടിയിൽ തോന്നി തമ്മിൽ തെറ്റിയിട്ട് വഴക്കുണ്ടാക്കി പോകരുത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മുടെ ഭാര്യയ്ക്ക് പറയാൻ കഴിയണം, ഈ മനുഷ്യനെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അത്രക്ക് നല്ല മികച്ച ദാമ്പത്യം നമ്മൾ കാണിക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഉമ്മു സലമ ബീവി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ ഇതിനേക്കാൾ ഉത്തമമായത് കിട്ടാൻ പ്രാർത്ഥിക്ക്. അപ്പോൾ ഉമ്മു സലമ ബീവി തിരിച്ചു ചോദിക്കുകയാണേ, ഇതിനേക്കാൾ മുന്തിയ ഒരു ഭർത്താവിനെ എനിക്കിനി കിട്ടുമോ? നമ്മളെക്കുറിച്ച് പറയാൻ എന്താ, ഇയാളെപ്പോലത്തെ എത്ര ആള് പെണ്ണ് കാണാൻ വന്നിട്ട് അവസാനം ഇയാളാണല്ലോ എൻ്റെ തലയിൽ വീണത് റബ്ബേ എന്ന് പറഞ്ഞ് ഓൾ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? അപ്പം എന്തോ ഒരു പ്രയാസങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ സൂചന. സീറ്റ് കൊടുക്കും. ആരെ പിടിക്കണം? മുമ്പത്തെ ആൾ പിടിക്കും. മുമ്പത്തെ ആൾക്ക് വഴി കാണിച്ചു കൊടുക്കും. ആ ശരി. അപ്പോൾ ഇടയിൽ പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഗ്യാപ്പ് വരുന്നതാണ്, ഒന്ന് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് വരുന്നതാണ്. അപ്പോൾ
ഈ ഭാര്യ ഭർത്താവ് എന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ആത്യന്തികമായ ലക്ഷ്യം പറഞ്ഞ സംഭവത്തിൽ തൻ്റെ ഭാര്യ എന്ന നിലക്ക് അവളോടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. എന്തൊക്കെ ആവശ്യം അപ്പോൾക്കുള്ളത്? അവളുടെ മാനസികമായ ആവശ്യങ്ങൾ, അവളുടെ ശാരീരികമായ ആവശ്യങ്ങൾ, അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, അങ്ങനെ ഉണ്ടല്ലോ, ചികിത്സ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിലൊക്കെ നമ്മൾ പരിഗണിക്കുന്ന, അതിനേക്കാൾ ഉപരി ഒരു പെണ്ണെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അവർ വരുമ്പോൾ അവരെ അംഗീകരിക്കുന്ന, അവരുടെ പ്രയാസങ്ങൾ ചോദിച്ചറിയുന്ന, കൂടെ ചേർക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി നമ്മൾ മാറണം. വീട്ടിലില്ലാത്തപ്പോൾ ഒന്ന് ഫോൺ വിളിക്കണം. നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ത് ഉസാറ് ചെയ്യുന്നു, പിന്നെ എവിടുക്കാൻ നമ്മൾ ഉസാറ് പോയത്? പിന്നെ നമ്മൾ വിളി കുറഞ്ഞു, അന്വേഷണങ്ങൾ കുറഞ്ഞു, സംസാരങ്ങൾ കുറഞ്ഞു. ഇപ്പം കാണുമ്പോൾ പരാതി പറയലും ആക്ഷേപം മാത്രം ആകണമെങ്കിൽ നമുക്കിടയിലെ സ്നേഹം കുറയുമ്പോഴാണ് പരാതി കൂടുക. 3 കാര്യങ്ങളാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനും ഒരു ഭർത്താവ് ഭാര്യക്കും കൊടുക്കേണ്ടത്. 3 കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഉണ്ടാകേണ്ടതും. അത് ബിരിയാണി അല്ല, അത് പോത്തർച്ചയല്ല, അത് ഒന്നാമത്തേത് സമാധാനമാണ്. നമ്മൾ കുടിയിൽ പറയില്ലേ, എല്ലാം ഉണ്ട് ഉസ്താദേ, ഒരു സമാധാനമല്ല. നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് എന്തിനാണ്? സമാധാനം കിട്ടാനാണ്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും ഇന്ന് മുതൽ കൊടുക്കേണ്ട സാധനം തരും. മൂപ്പർക്കൊരു സ്വസ്ഥതയും സമാധാനം. അത് കിട്ടിയ പിന്നെ എന്താ വേണ്ടത്? രണ്ടാമത് വേണ്ടത് സന്തോഷം വേണ്ടത്. ആ ചോറുണ്ട് വെച്ചെന്നപ്പോൾ മൂപ്പരാണ് ചിരിച്ച് ഇന്ന് എന്താ കറി? ഇന്ന് സാമ്പാറാണ്. മാഷാ അല്ലാഹ്, സാമ്പാർ ഭയങ്കര ഇഷ്ടം. സംഭവം അത് ഒരു രസമില്ലെങ്കിലും മൂപ്പര് ഒന്നാണ്ട് പൊക്കി. ഓൾക്ക് ഭയങ്കര സന്തോഷമായി. ഓള് സാമ്പാർ കൊണ്ട് വന്നു. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്താന്ന് സാമ്പാർ? അല്ലെങ്കിലും അനക്ക് എന്നും ഇതിനൊരു വെണ്ടക്ക കറി വെച്ചൂടെ, ആ മത്തി അങ്ങോട്ട് മുളകിട്ട് വെച്ചൂടെ? അപ്പം ഈ കൊടുന്നതിന് ഒരു വിലയില്ല, അതിനെപ്പറ്റി പറയൂല, കിട്ടാത്തതിനെ പറ്റിയിട്ട് വേറെന്തിനെ പറ്റിയിട്ട് ഇങ്ങനെ നെഗറ്റീവ്. അത് ആദ്യം പറഞ്ഞ വാക്ക് വേറെ ഒരു നെഗറ്റീവ് ചിന്താഗതിയിൽ നമ്മൾ സംസാരിക്കുക. ചൂടുവെള്ളം കൊണ്ടുവന്നു, ചായ കൊണ്ടുവന്നു, ലേശം മധുരം കുറവുണ്ട്. എന്താ അത് കഞ്ഞെള്ളം കൊടുന്ന മാതിരിയാ കൊടുന്നിക്കണ്, ലേശം പഞ്ചാര ഇട്ടൂടെ? അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓളോട് ഒത്തുന്നവരുള്ളൂ, എന്താ പഞ്ചാര കഴിഞ്ഞിക്കണോ, ഒരു ലേശം കുറവുള്ള മാതിരി ഉണ്ട്, ഞാൻ കൊടുന്നാ ഞാൻ ഇട്ടോളാം. അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ എന്താ വഴി? ഖൈറുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ, അൻഫഉഹും ലിന്നാസ്, മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കർമ്മം നീ കാരണം ഒരു മനുഷ്യൻ സന്തോഷിക്കലാണ്. ഒന്നാമത് എന്താ വേണ്ടത്? സമാധാനം. രണ്ടാമത് എന്താ കൊടുക്കണ്ടേ? ഒരു സന്തോഷം. 3 ഒരു സംതൃപ്തി. എന്തിനും ഒരു തൃപ്തി, സംതൃപ്തി. സ്നേഹവും സംതൃപ്തിയും കൊടുക്കുക. നമ്മൾ ഇത്ര വേണ്ടുള്ളൂ, കുറേ പൈസ ഒന്നും ആവശ്യമില്ല. ഓൾക്ക് ഓളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് തോന്നിക്കണം. ഇൻ്റെ മാപ്പിള ഇന്നെ നല്ല സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓൾക്കും, ഇൻ്റെ പെണ്ണുങ്ങൾക്ക് ഞാൻ ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് മൂപ്പർക്കൊണ്ട് തോന്നിയാൽ ഇവിടെ ഒരു പോരായ്മയല്ല. അത് കിട്ടണം. അത് മക്കൾക്കും അങ്ങനെ തന്നെ. അത് കിട്ടിത്തുടങ്ങിയാൽ ഏറ്റവും മനോഹരമായിരിക്കും. ഒരു പ്രയാസമൊന്നും മുമ്പിൽ പ്രയാസമല്ല. ഇന്ന് ഭിന്നശേഷിക്കാരായ ആളുകളുടെ വിവാഹം കുറഞ്ഞു വരികയാണ്. ആൾ കിട്ടണില്ല. ഞങ്ങൾ പറയാറുണ്ട്, നല്ലപോലെ നടന്നാൽ തന്നെ ഇവിടെ പെണ്ണ് കിട്ടണില്ല എന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത ഒരു ദൃഷ്ടാന്തം പഠിപ്പിക്കാൻ അങ്ങനെ ഓരോ സൂചന നമുക്ക് തരുമല്ലോ. എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ ആളുകൾ സന്നദ്ധരാവാത്തത്? എന്തോ ഒരു കുറവുണ്ട് എന്ന കാരണത്താലാണ്. ഒരു ചെറിയ കുറവ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചില മനുഷ്യന്മാരുടെയൊക്കെ വിശാല മനസ്സുണ്ടല്ലോ. ഈ അടുത്ത് നമ്മുടെ ഒരു പണ്ഡിതൻ്റെ മകൻ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ആക്സിഡൻ്റായി. അങ്ങനെ തളർന്നു, ശരിക്ക് കിടപ്പിലായി. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഇങ്ങനെ വൃത്തിയായി ഇങ്ങനെ വരും. ചെറിയ പ്രായം, 25 വയസ്സിൻ്റെ താഴെ പ്രായം. ശരിക്കൊന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അൽഹംദുലില്ലാഹ് 1 കൊല്ലം കൊണ്ട് ആൾക്കൊരു കസേരയിൽ ഇരുന്നിട്ട് ആ ലാപ്ടോപ്പും അങ്ങനെ ഞെക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവൻക്കും വേണം ഒരു വിവാഹം എന്ന ആഗ്രഹം വന്നു. ഇവൻ ഒരു മെസ്സേജ് അയച്ചിട്ടു,
വേറൊന്നും നടക്കൂല. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. സാധാരണ വിവാഹം കഴിക്കണവരൊക്കെ ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ശാരീരികമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും ഉണ്ടാവില്ല. ഒരു പെൺകുട്ടി തിരിച്ചു വന്ന് പ്രപ്പോസലുമായിട്ട് വന്നു, ഞാൻ റെഡിയാണ്. കേസ് ഫുള്ള് പഠിച്ചിട്ട് ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ റെഡിയാണ്. ആ പെൺകുട്ടി ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിലുണ്ട്, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാനങ്ങോട്ട് നോക്കിയാൽ എനിക്ക് സ്വർഗം കിട്ടാൻ വേറെ എന്താ വേണ്ട. അതൊരു പോസിറ്റീവായി അങ്ങോട്ട് എടുത്തു. അപ്പം അൽഹംദുലില്ലാ എപ്പോഴും കുഴപ്പമില്ലാതെ അവർ ജീവിക്കുന്നു. അള്ളാഹു അവരുടെ ആ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ വേഗത്തിൽ ശിഫാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് പടച്ച റബ്ബ് ചില തീരുമാനങ്ങൾ, ചില വഴികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പടച്ച റബ്ബ് തുറന്നിട്ട് തരും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എന്താ ഇപ്പോൾ സംഭവിക്കുക, നമ്മളിങ്ങനെ വിചാരിക്കണ പോലെ എല്ലാം നടക്കുമെന്ന് വിചാരിക്കുമോ? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ലോകത്ത് എല്ലാ കാര്യവും നടക്കൂല. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാർ കല്യാണം കഴിഞ്ഞിട്ട് കുഴഞ്ഞ് വീണ ആൾക്കാരുണ്ട്, തളർന്ന് കിടക്കണവരുണ്ട്. അപ്പം എന്താ ചെയ്യുക? ഒഴിവാക്കി പോവുക ചെയ്യുക? അല്ല, ഇനിയും നമ്മൾ നോക്കുക ചെയ്യുക. കണ്ണൂർ ജില്ലയിൽ ഒരു സഹോദരൻ കല്യാണം കഴിഞ്ഞ് 4-ാമത്തെ മാസം വീണതാണ്. 4-ാമത്തെ മാസം വീണ് കിടപ്പിലായിട്ട് തിരുവനന്തപുരത്തെ ഫുൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു എണീക്കൂല, ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലം ഉണ്ടാവില്ല. 4 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലൊക്കെ ഓളിങ്ങനെ നോക്കി ഇങ്ങനെ തർത്തീബായിട്ട് അവസാനം ഇയാൾക്ക് പാവം തോന്നിയിട്ട് ഇയാൾ ഭാര്യനോട് പറഞ്ഞു, മോളെ എൻ്റെ കാര്യങ്ങളാകെ കൈവിട്ട അവസ്ഥയിലാണ്, എൻ്റെ ലൈഫ് ഇജ്ജ് കളയണ്ട, ഇജ്ജൊരു പണി ചെയ്തോ, ഇജ്ജ് വേറൊരു കല്യാണം കഴിച്ചോ, ഇന്ന ആരെങ്കിലുമൊക്കെ നോക്കിക്കോളൂ. ഓള് പറഞ്ഞേ, ഞാൻ നിങ്ങൾ ജീവനോടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുളിപ്പിച്ച് നിങ്ങൾക്ക് മരുന്ന് തന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്ന് നിങ്ങളെ കയ്യിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഇതൊക്കെ ഒരു കല്യാണം വേണ്ട, ഇതൊക്കെ ഒരു മനസ്സാ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ശരിയാകുമെന്ന് വിചാരിക്കൂലേ? 44 കൊല്ലം കടന്നു. 44 കൊല്ലം ആള് മരിച്ചു, ഭർത്താവ് മരിച്ചു. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. ഭാര്യമാരെ, നമുക്ക് നമ്മളെ ഭർത്താവിനോട് എന്താ ബാധ്യത? മൈക്ക് എന്തൊരു സൗണ്ട് ക്ലിയർ ചെയ്യാൻ ചെക്കാണ്. സൗണ്ട് വരുന്നുണ്ട്, ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ശരിയാവും. ബാക്കിൽ കേൾക്കണില്ലേ? ബാക്കിൽ ആരൊക്കെ ഫോണുമ്പോൾ കളിച്ചിരിക്കണില്ല? ഇപ്പോഴും ഗെയിം കളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. അങ്ങനത്തെ പുറത്താക്കണം എന്നാ അവര് പറയണത്. അത് ശരി, അത്രയ്ക്ക് സ്ട്രോങ് തീരുമാനം അവര് പറയണത്. ശരി, അപ്പോൾ ശ്രദ്ധിക്കേ, ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യക്ക് ഭർത്താവിനോട് ഇപ്പം എന്താ അത്ര വലിയ പണിയോ? എന്താ തിന്നാൻ കൊടുക്കുക, കുപ്പായം മാറ്റി കൊടുക്കുക, കൈ പിടിച്ചിട്ട് ഇങ്ങനെ രാവിലെ നടത്തിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെക്കാൾ വലിയ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുക എന്നതാണ് വലിയ പണി. അതൊരു വലിയ പണിയാ. അതാഅത്ത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചാൽ, വഹഫിളത്ത് ഫർജഹ, ലൈംഗിക വിശുദ്ധി സൂക്ഷിച്ചാൽ, ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. വല്ലാത്തൊരു വാക്കാണത്. അയ്യുമംറഅത്തിൻ മാതത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു പെണ്ണ് മരിക്കുമ്പോൾ മാതത് വസൗജുഹാ അൻഹാ റാളിൻ, ഭർത്താവ് തൃപ്തിപ്പെട്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും. നമ്മുടെ മാപ്പിളൻ്റെ പൊരുത്തം കിട്ടി നാട്ടുകാർക്ക് അഭിപ്രായം ഉണ്ടായിട്ട് കാര്യമല്ല, മഹല്ല് കാലിക്ക് അഭിപ്രായം ഉണ്ടായിട്ട് കാര്യമല്ല. നമ്മളെ മാപ്പിളക്ക് നമ്മളോട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിൻ്റെ ചാരത്ത് വന്നിരുന്ന മനുഷ്യനിങ്ങനെ വിതുമ്പി കരയുന്നൊരു രംഗുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് സ്വർഗമാണ്. അങ്ങനെ ഭർത്താവിനെ ഭാര്യ പൊന്നുപോലെ നോക്കുക. പ്രത്യേകിച്ചും ഈ ഇരിക്കുന്ന ഈ മനുഷ്യന്മാരുടെ ഭാര്യമാർക്ക് ഇരട്ടി കൂലിയാണ്. നമ്മൾ എന്താ പറയുക, ഇരട്ടി പണിയാണ്. ഇരട്ടി പണിയല്ല, ഇരട്ടി കൂലിയാണ്. അത് വേണമെങ്കിൽ അത് ആഗ്രഹിച്ച് നീയത്തോടെ അവരെ പരിചരിക്കണം. എന്തൊക്കെ പ്രതിസന്ധി മുമ്പിൽ കടന്നു വന്നാലും ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചതിൻ്റെ കൂലി വമ്പിച്ച പ്രതിഫലമായിട്ടാണ് ഹദീസുകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ എന്ന നിലക്ക് തൻ്റെ ഭർത്താവിന് സന്തോഷം കൊടുക്കുക, അദ്ദേഹത്തെ പരിഗണിക്കുക, പരാതികൾ പറഞ്ഞ് വീർപ്പ് മുട്ടിക്കാതിരിക്കുക, അദ്ദേഹത്തിൽ കാണുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക, ക്ഷമിക്കുക, ശാപവാക്കുകൾ പറയാതിരിക്കുക, നന്ദികേട് പറയാതിരിക്കുക. ഒന്നും തന്നില്ല, അത് വന്നില്ല, അങ്ങോട്ട് പറഞ്ഞില്ല, അത് ചെയ്തില്ല, അയാളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ നന്ദികേട് മാത്രം. അങ്ങനത്തെ വക്താക്കളായി നമ്മൾ മാറാതിരിക്കുക. പിന്നെ ജീവിതമാണ്, പല പരീക്ഷണങ്ങൾ ഈ കുടുംബത്തിൽ വരും. ആ വരുമ്പോൾ പടച്ചോനിൽ തവക്കുലാക്കി നമ്മൾ മുന്നോട്ട് പോകുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും സക്കരിയ നബിക്കും കുട്ടികളില്ലാത്ത വിഷമം വന്നു. ഓൾക്കൊരു മഖാം അറിയില്ല, ഒരു ദർഗ അറിയില്ല, ഒരു ചരടറിയില്ല, ഒരു ഏലസ് അറിയില്ല, ഒരു ഐക്കല്ലറിയില്ല. നേരെ എന്താ ചെയ്യാന്നറിയോ? വെള്ളം ചോദിക്കുന്നുണ്ട് ഒരാൾ. വളണ്ടിയേഴ്സ് എവിടെ? ആ അറ്റത്ത് പെൺകുട്ടിൻ്റെ അടുത്ത്. അവിടെ മക്കളില്ലാതെ വിഷമിച്ച അവർ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചെന്തറിയോ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. സക്കരിയ നബിന്റെ പ്രാർത്ഥന. മക്കളെ കൊണ്ട് പരീക്ഷണം അനുഭവിച്ചവരുണ്ട്. നൂഹ് നബിന്റെ മകനെ കുറിച്ച് പറയുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾക്കിടയിൽ ഉണ്ടായ പ്രയാസങ്ങളുണ്ട്. യാക്കൂബ് നബിന്റെ മകനെ കാണാതെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. കരഞ്ഞിട്ട് കണ്ണിന്റെ വെള്ള നിറമോടിയത് ആയത്തിലുണ്ട്. കരഞ്ഞിട്ട് വെള്ള നിറമോടിയ കാലങ്ങൾ യാക്കൂബ് നബിന്റെ ജീവിതത്തിൽ. യാക്കൂബ് നബി പ്രാർത്ഥിക്കുകയാണ്, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ ആവലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടാണ്. ഇങ്ങനെ എന്ത് പ്രതിസന്ധി. അയ്യൂബ് നബിക്ക് രോഗം ബാധിച്ചു, അല്ലാഹുവിലേക്ക് നീട്ടാൻ. നമ്മളെ കുടുംബത്തിലെ പ്രശ്നം തീർക്കൽ ജ്യോത്സ്യന്മാരല്ല, ഏലസുകളല്ല, ഐക്കല്ലുകളല്ല, മഖാമുകളല്ല, മരണപ്പെട്ടവരല്ല, പടച്ച റബ്ബ് നമ്മളെ സദാ നിരീക്ഷിക്കുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവിടെ വെള്ളം ചോദിക്കുന്നുണ്ട് ബാക്കിൽ. വളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം, ഇടക്കിടക്ക് ആളുകളൊക്കെ എല്ലാവരും പുറത്തു പോയിക്കുക. അവിടെ ഇവിടെയൊക്കെ കൈ ഒന്നിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഒന്ന് വളണ്ടിയേഴ്സ് ഒന്ന് ഇടപെടണം. ശരി, അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ആളുന്ന ആളുകളൊക്കെ അള്ളാഹുവിലേക്ക് സങ്കടങ്ങൾ നീട്ടിപ്പോവുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ, കുടുംബ വ്യവസ്ഥകളെ തകർക്കുന്ന പലതരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപകമാണ്. അതിലേറ്റവും പ്രധാനമാണ് ലിബറലിസത്തിൻ്റെ കടന്നുകയറ്റം. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. ഒരു പ്രത്യേക തരം കാഴ്ചപ്പാടിലേക്ക് പോകുക, എല്ലാ തിന്മകളെയും നിസ്സാരവൽക്കരിക്കുക. എന്താ ഇപ്പോൾ കള്ളുടിച്ചാൽ കുഴപ്പം? എന്താ ഒരു സിനിമ കാണാൻ പോയപ്പം? എന്താ ഒരു പെണ്ണിൻ്റെ കൂടെ 4 വട്ടം പാർക്ക് പോയിരുന്ന കുഴപ്പം? എല്ലാം കുഴപ്പമില്ല. എന്താ ഒരു ലഹരി ഉപയോഗിച്ചപ്പോൾ എന്താ കുഴപ്പം? എന്താ ഒന്ന് കഞ്ചാവുണ്ട് അടിച്ചപ്പോൾ എന്താ ആകാശം പൊളിഞ്ഞു പോകുമോ? ഒരു തെറ്റും തെറ്റല്ല. പിന്നെ എന്താ ശരിയും തെറ്റും തീരുമാനിക്കല്? നമുക്ക് സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമില്ലാത്തത് ചെയ്യണ്ട. സ്വാതന്ത്ര്യവാദം. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വ്യാപിക്കാം. ഇവർ ദാമ്പത്യം പോലും ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതി, ലിബറലിസ്റ്റുകളുടെ നേതാവ്, ആ മനുഷ്യൻ അവൻ്റെ ഉമ്മ മരിച്ചെന്നിട്ട് ഫേസ്ബുക്കിലിട്ട മെസ്സേജ് എന്താണെന്നറിയോ? ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി, ആദരാഞ്ജലികൾ. ഉമ്മ മരിച്ചതിൽ പോലും ഓനക്ക് ട്രോളാണ്, ഓനക്ക് തമാശയാണ്. എങ്ങനെയാണ് ഈ മനസ്സിനെ ഇങ്ങനെ പാകപ്പെട്ട് കരുതി ദീനങ്ങോട്ട് വിട്ടിട്ട് സ്വാതന്ത്ര്യം അങ്ങോട്ട് തലേ കയറിയിട്ട്, യുക്തി അങ്ങോട്ട് തലേ കയറിയിട്ട് ബുദ്ധിയില്ലാത്തത് പറയാൻ തുടങ്ങി. അതിൽ വന്നതാണ്, സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. ഒരു നന്ദി സൂചകമായ ഒരു വാക്ക് പറയാൻ പറ്റാതെ ഒരു പരിഹാസം കൊണ്ടാണ് വന്നത്. ഓ, ഇത്ര കഠിനമായ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് എങ്ങനെ വരാൻ പോണത്? ചില ആൾക്കാരൊക്കെ ഇവരൊക്കെ പറയേ, ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ്, നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു ടെസ്റ്റ് കൊടുക്കും. അപ്പോൾ ആ ടെസ്റ്റിലെങ്ങാനും എന്തെങ്കിലും വൈകല്യം ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും പറയും തരും, അത് കളഞ്ഞേക്ക്. എന്തിനാ അങ്ങനെ? ഇനി നമ്മളെ സ്വാതന്ത്ര്യമൊക്കെ പോകും. ഈ കുഞ്ഞെങ്ങാനും വൈകല്യമുള്ള ഈ കുട്ടി ജനിച്ചാൽ
നമ്മളൊക്കെ അനുഭവിക്കാൻ പോകണം. ചിലപ്പോൾ നമ്മുടെ വരുന്ന തലമുറയിൽ ഉണ്ടാകുന്ന മക്കളെങ്ങാനും അത്തരം അവസ്ഥയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാവും. ഞാൻ കുട്ടി ഇങ്ങനെ തന്നെയാണ്, അത് വേണ്ടട്ടോ, നമുക്ക് അതെങ്ങനെയെങ്കിലും കളയാട്ടോ നല്ലത്. ഇങ്ങനെ ഒരു കുഞ്ഞിക്കാലെന്ന മോഹത്തിന് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുള്ള നാട്ടിൽ ഇതിനെ കളയാൻ വേണ്ടി നിർബന്ധിക്കുന്നവരെന്താ? അത് നമ്മളെ സ്വാതന്ത്ര്യത്തിന് അത് സുഖം ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ ഓലും കൊണ്ട് നടക്കേണ്ടി വരും. വാപ്പാനിമ്മാനെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളൊരു ഇഷ്ടത്തിനൊരു വലിയ തടസ്സമാണ് ഇങ്ങനെ ലിബറലിസ്റ്റുകൾ കൊണ്ടുവരികയാണ്. നമ്മൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടോ, പടച്ചു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് ഇവിടുന്ന് പോണതിൻ്റെ മുമ്പ് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഓർത്ത് വെച്ചിരിക്കേണ്ട വാക്കാണ് ഞാൻ പറയണത്. നമ്മൾ ഈ വടകരൻ്റെ അടുത്ത് കൊയിലാണ്ടി ഭാഗത്ത്, കൊയിലാണ്ടിയിൽ നമ്മുടെ ഒരു സഹോദരൻ ഇങ്ങനെ എന്നെ പോലെ ക്ലാസ് എടുക്കാൻ പോണയാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി, 5ാമത്തെ പ്രഗ്നൻ്റാണ്. ഹോസ്പിറ്റലിൽ പോയി 4-ാം മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങളിത് എന്തായിരുന്നാലും ഒന്ന് തീരുമാനം ഉണ്ടാക്കണം പറഞ്ഞു. ഇദ്ദേഹം രാത്രി കരഞ്ഞുകൊണ്ട് നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ഇസ്തിഖാറത്ത് ചോദിച്ച് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഞങ്ങൾ രണ്ടാരും ഇങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെ മുമ്പിലാണ്, ഏറ്റവും ഹൈറായത് എന്താണെങ്കിൽ ഞങ്ങൾക്ക് നീ തോന്നിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത ആഴ്ച വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇതെന്ത് പ്രശ്നമുള്ളതായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഏറ്റെടുക്കാൻ, പടച്ചോൻ തരുന്നത് അതാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. ഇത് തുടരാൻ തീരുമാനിച്ചു. 9 മാസം കഴിഞ്ഞു. 10-ാം മാസത്തിലേക്ക് എത്താൻ സമയത്ത് ഡെലിവറിൻ്റെ ഡേറ്റിൻ്റെ ശനിയാഴ്ച ഡേറ്റാ, വെള്ളിയാഴ്ച ഇദ്ദേഹം ഖുത്ബ പറയാണ്, വികലാംഗനായ ഒരു കുട്ടി ജനിച്ചാൽ നാം എന്തു ചെയ്യണം. അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ ആ ഖുത്ബ പറഞ്ഞത് എന്നെ ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, എനിക്കൊരു മനസ്സിനൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ശനിയാഴ്ച 11 മണിക്ക് കുഞ്ഞ് ജനിച്ചു. അൽഹംദുലില്ലാ, ഒരു പരിക്കുമില്ലാത്ത പൂർണ്ണ ആ കുട്ടിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ അവർ വന്നു. ഇന്നും ഹയാത്തിലുണ്ട്. ശാസ്ത്രമൊന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ, റിപ്പോർട്ടൊന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ശക്തിയുണ്ട്, പടച്ച റബ്ബിൻ്റെ ഖളാ ഖദർ. അതിൽ വിശ്വസിക്കാത്തവർക്കാണ് ഇത് ഈ കൊല്ല ചെയ്യാൻ കഴിയുള്ളൂ. മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഭ്രൂണഹത്യ. ഞാൻ തിരിച്ചു വയ്ക്കട്ടെ, ജനിച്ചതിന് ശേഷം പരിക്ക് പറ്റി നമ്മൾ എന്താ ചെയ്യുക? ഒരാൾ ജനിച്ചതിന് ശേഷം എന്തെങ്കിലും പരിക്ക് പറ്റി, വൈകല്യങ്ങൾ തന്നു, ഇനി എന്താ നമ്മൾ ചെയ്യുക? കുഴിച്ചു മൂടുകയാണോ പതിവ്? നിങ്ങൾക്കറിയോ, എൻ്റെ അമ്മക്ക് 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികൾ ബുദ്ധി ഇല്ലാത്തവരാണ്. ഒരു ജനിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനിത് നിങ്ങളെ തലയിൽ കയറാം. നിങ്ങൾക്ക് ഉണ്ടാവും ചിലപ്പോൾ ഒരു കോംപ്ലക്സ്, ഞാനെന്തോ വലിയ ബുദ്ധിമുട്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എൻ്റെ ഉമ്മാൻ്റെ 2 കുട്ടികളുടെ ജ്യേഷ്ഠന്മാർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്. ചോറ് കൊടുക്കണം, മൂത്രം വഴിയിൽ നിന്ന് ഒഴിക്കും. ചോറ് കൊടുക്കുമ്പോൾ ഉമ്മാനെ അടിക്കും, നമ്മൾ പോയി തടുക്കണം. കുളിപ്പിക്കാൻ ചെന്നാൽ മാന്തി ഉമ്മാൻ്റെ മേത്ത് മുറിയാക്കും. 2 ആൾ, ഒരാൾ മരണപ്പെട്ടു 19ാമത്തെ വയസ്സിൽ, 2ാമത്തെ ആൾ ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ടത് 47 വയസ്സായി. 47 വയസ്സായി അവൻ്റെ കാഷ്ടമ്മ കഴുകണം. ഉമ്മാനെ മാന്തി കൊണ്ടിരിക്കും. ഉമ്മാൻ്റെ മേത്തഞ്ഞ് മുറിയാവാഞ്ഞ് സ്ഥലം ബാക്കിയില്ല. 2 വയസ്സുവരെ അവൻ നമ്മളെപ്പോലെ നോർമൽ ഒരു കുട്ടിയായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റിൽ ഉണ്ടായ ചില ഹോർമോൺ ചേഞ്ചസിലൂടെ ബ്രെയിനിനെ ബാധിച്ച് സംഭവിച്ചതാണ്. എൻ്റെ ഉമ്മ പലപ്പോഴും പ്രയാസപ്പെടുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഞാൻ ഉമ്മാനോട് പറയൽ, ഉമ്മ നിങ്ങൾ ഇത് സ്വർഗം കിട്ടാനുള്ള സാധ്യതയാണ്, ഇത് നമ്മൾ ക്ഷമിക്കുക. ഓൻക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ പലതും കാട്ടും. നമുക്ക് സ്വർഗം കിട്ടാൻ ഓൻ മരിച്ച സ്വർഗമാണ്. നമുക്ക് സ്വർഗം കിട്ടണോ? ഇതിൽ നമ്മൾ നന്നായി മനമൊരുകി ക്ഷമിക്കണം. ഉമ്മാനെ 2 പ്രാവശ്യം മക്കത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിപ്പിച്ചു. അൽഹംദുലില്ലാ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആളുടെ ആശ്വാസം, ആ വയലൻ്റ് ആവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ അക്രമാസക്തനാവുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ ആശ്വാസമായി. എന്നാലും അൽഹംദുലില്ലാ ആളങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജനിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ സംഭവിക്കാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്താ ചെയ്യുക? ആ പോരായ്മയുള്ള ആളുകളൊക്കെ ഇനി വേണ്ട നോക്കുകയാണോ? പാടില്ല. നിങ്ങൾ യത്തീംഖാന ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? യത്തീംഖാനയിൽ കിടക്കുന്നത് പൈസ ഇല്ലാത്ത വാപ്പല്ലാത്ത കുട്ടികളായ ദരിദ്രരായ ആൾക്കാരാ. നിങ്ങൾ വൃദ്ധസദനത്തിൽ പോയി നോക്കിയിട്ടുണ്ടോ? വൃദ്ധസദനത്തിൽ പൈസക്കാരായ കുട്ടികളുടെ വാപ്പാരാ കിടക്കുന്നത്. നേരെ തിരിച്ച നല്ല റിച്ച് മാനായ ആഫ്രിക്കക്കാരനും യൂറോപ്പിലും അവിടെയും ഇവിടെയും ജോലിയുള്ള വാപ്പാൻ്റെ കുട്ടികൾ വാപ്പാനെ കൊണ്ടുവന്നാക്കിക്കാണ് നോക്കാനൊരു സ്ഥലത്തെ ഓൾഡ് ഏജ് ഹോമിൽ.
ഇവിടെയാണ് നമ്മൾ തിരിച്ചറിവോടുകൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. മനുഷ്യൻ എന്ന ഈ ജീവിതത്തിൻ്റെ ഏതേത് കാര്യങ്ങളിലും അവൻ ഏറെ പ്രാധാന്യം അവൻ്റെ കുടുംബത്തിന് കൊടുക്കണം. അവർ തമ്മിൽ തികഞ്ഞ നല്ല നല്ല മാനസികമായ അടുപ്പുണ്ടാവണം. കാണാതായാൽ അന്വേഷിക്കാൻ പറ്റണം. മുഖഭാവങ്ങളിൽ മാറ്റം വന്നാൽ, ഭാര്യൻ്റെ സംസാരത്തിൽ ട്യൂണ് മാറിയാൽ ചോദിക്കണം, എന്താണ് എനിക്ക് എന്താ, ഞാൻ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ തമാശ എന്തെങ്കിലും സീരിയസ് ആക്കല്ലേ. അങ്ങനെ മാനസികമായി ഭയങ്കര ഒരു അട്രാക്ഷനുള്ള അടുപ്പമുള്ള അവസ്ഥയ്ക്ക് കയറി വരണം. ശാരീരികമായ ബന്ധമുണ്ടാകണം നമ്മൾ. അതങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്തൊരു 10-12 ഫാമിലി കേസുകൾ വന്ന് സംസാരിക്കേണ്ടി വന്നപ്പോൾ അവർ തമ്മിലുള്ള അകൽച്ചയും പ്രശ്നങ്ങളും രണ്ടു കൂട്ടരും പറയും. ലാസ്റ്റ് ഞാൻ ഇവരോട് ചോദിക്കും, നിങ്ങൾ ഡിവോഴ്സ് ഒന്നുമല്ലല്ലോ, നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചോല് പറയും. അതൊക്കെ എത്ര കൊല്ലമായി കഴിഞ്ഞിട്ട്, അതൊന്നും ഇപ്പം ഇല്ല, അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കല്യാണം കഴിക്കണത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭർത്താവിന് ശാരീരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. അത് മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. ആ ഒരു മൈൻഡ് നമുക്ക് അല്ലാഹ് ഹലാലാക്കി തന്ന ഏക വ്യക്തിയാണത്. നമ്മുടെ ഏത് അവയവത്തിലും തൊടാനും നമ്മളെ കുളിപ്പിക്കാനും കഴുകാനും അനുവദിക്കപ്പെട്ടൊരു വ്യക്തിയല്ലേ. ആ നിലയ്ക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള വലിയൊരു പുണ്യകരമായ കാര്യമായിട്ട് ഈ ശാരീരിക ബന്ധത്തെ ഹദീസിൽ പോലും പ്രയോഗിച്ചത്. എന്ന് മാത്രവുമല്ല, ചില മനുഷ്യർ ഈ വിഷയത്തിലൊക്കെ നമ്മളൊക്കെ നാട്ടിൽ കാണും, ഒരു 55-60 വയസ്സായ ഒരു വാപ്പ പതുക്കെ ചെന്ന് ഉമ്മാൻ്റെ കൈ പിടിച്ച് ഒന്നിങ്ങനെ പതുക്കെ തൊട്ടു തുടങ്ങിയപ്പോൾ ഓള് പറയാൻ തുടങ്ങി, മനുഷ്യ വയസ്സായി എന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ, അവിടെ മാറുന്നോളി, നിങ്ങൾ പിന്നെ തൊടാൻ പാടില്ല. വല്ലാത്തൊരു മലക്കത്തിലല്ലേ പെട്ട്. ഇനി ആ സമയത്ത് വേറെ ഉണ്ണിട്ടാൻ പറ്റുമോ? വയസ്സായി എന്നുള്ള അവസ്ഥ കണ്ട ഓള് പറയാൻ തുടങ്ങി, മാറിക്ക്, തൊടല്ലേ, അടുത്ത് കിക്കല്ലേ. ചില വീട്ടുകാർ സൗകര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് വേറെ റൂം, വാപ്പാക്ക് വേറെ റൂം. ഈ പൈസ കൊണ്ടേ ഓലെ രണ്ടാൾക്കും 2 സൗകര്യം കൊട്ടച്ചിട്ട് ഉമ്മാക്ക് വേറെ റൂം, വാപ്പാക്ക് വേറെ റൂം. പിരിഞ്ഞാലും പിരിയാത്ത അവസാനത്തെ ബന്ധമാണ് നമ്മൾ ഈ ശരീരബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അടുത്ത് ഒരു ആൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണേ, ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ പറ്റി പറയുകയാണ്. 81 വയസ്സായി ഭർത്താവിന്. എത്ര 5-1 8-1 വയസ്സുള്ള ഭർത്താവ് മരിച്ച ഭാര്യ വിളിച്ച് ചോദിക്കണം, ഉസ്താദേ ഭർത്താവ് മരിച്ചപ്പോൾ ജനാപത്തുകാരനായിരുന്നു. മനസ്സിലായി അല്ലേ? ജനാപത്തുകാരനെ ഞാൻ കുളിപ്പിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, വേറെന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടോന്ന് പഠിച്ചോളി, ഇത് കണ്ടോളി, ഇത് പഠിക്കണം നമ്മൾ. മനുഷ്യന്മാരെ, ഇത് വയസ്സായാൽ നിർത്തിവെക്കേണ്ടതല്ല. ഇത് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട പവിത്രതൻ്റെ ഭാഗമാണ്. ഈ അടുത്തൊരു ചെറുപ്പക്കാരായ ആളുകളുടെ ഒരു ഫാമിലി 38 വയസ്സായ ദമ്പതിമാർ അടുത്ത് വന്നിട്ട് അവരൊരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഏറ്റവും ചുരുങ്ങി ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള ഈ വിഷയത്തെക്കുറിച്ച്. അവർ ഏറ്റവും അധികം നിരാശപ്പെട്ടത് ഇതിൻ്റെ പേരിലാണ്. അയാൾ ഈ കാര്യം തീരെ ശ്രദ്ധിക്കുന്നില്ല ഉസ്താദേ, ഞാനൊരു പച്ച ശരീരമാണെന്ന് പോലും അയാൾ മനസ്സിലാക്കുന്നില്ല, ഞാൻ എന്തെല്ലാം സൂചനകൾ കൊടുത്തിട്ടും അയാൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തും. കടുത്ത വെല്ലുവിളികൾ കുടുംബജീവിതത്തിൽ വരും. അതുകൊണ്ട് നമുക്ക് പടച്ചോൻ തന്ന ഇണ എന്ന ആ വ്യവസ്ഥയെ ഏറ്റവും മനോഹരമായി ഈ ലോകത്ത് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയാണ് പടച്ചറബ് ഈ ദാമ്പത്യത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന തിരിച്ചറിവുണ്ടാവണം. അതോടൊപ്പം നമ്മുടെ സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം കുടുംബത്തിൽ പെരുമാറാൻ. നമ്മുടെ കുറവുകൾ സ്വയം തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ പലതരം മാമൂലുകൾ നടക്കും. എല്ലാത്തിൻ്റെയും പിന്നാലെ നമ്മൾ ഓടരുത്. പെണ്ണ് കാണാൻ വരിക 75,000 ഉറുപ്പ്യ ഒരു ചെലവ്, ചെറിയൊരു പന്തലിട്ടിട്ട് അതിന് പെണ്ണ് കാണാൻ വന്നിട്ട് പോകുമോ? അതിനെന്തിന് ഇത്രയും വലിയ പന്തലും ആളും കൂട്ടും കേക്കൊക്കെ? കല്യാണത്തിന് മഞ്ഞ കല്യാണം, പച്ചക്കല്യാണം, ചുവപ്പ് കല്യാണം, കായുള്ളവനിങ്ങനെ നടത്തി കുതിര കളിക്കുക. കല്യാണത്തിൻ്റെ അന്ന് ഒരു മന്തിപ്പുറത്ത്, സുർബിയാനിപ്പുറത്ത്, പിന്നെ അപ്പുറത്ത് ബ്രോസ്റ്റ് ഇപ്പുറത്ത്. ഇതൊക്കെ ആർക്കിതൊക്കെ പാടത്? ഏത് ഓട്ടയിൽ കൂടെ ഇതൊക്കെ പാടെ പോവുക? ആ ഒരു തൊള്ളയുള്ളത് ഇതെന്നിട്ട് മനുഷ്യന്മാരോട് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുക. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അഥവാ ഗർഭിണിയായാൽ നിങ്ങളെ നാട്ടിൽ തുടങ്ങിയിട്ടില്ല, നിങ്ങൾ തുടങ്ങാനൊന്നും പോണ്ട, പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് പള്ള കാണൽ.
ഓൾക്ക് പള്ളയിലുണ്ടായത് നാട്ടുകാരെ കാണിക്കല്. പണ്ട് ഇതൊക്കെ മൂടി വെച്ച് നടക്കുന്നു. ഇപ്പതാ സ്റ്റേജുമ്മ കയറ്റി നിർത്തിയിട്ട് ഓൾക്ക് മാലൊക്കെ ഇട്ട് കൊടുത്ത് ഓളെ അണിഞ്ഞൊരുക്കി സാരിയൊക്കെ ഇടിപ്പിച്ചിട്ട് എന്നിട്ട് ഓളെ പള്ളൻ്റെ ഫോട്ടോ ഒക്കെ ക്യാമറമാനൊക്കെ വന്ന് ഇങ്ങനെ ഉഷാറാക്കി എടുത്തിട്ട് ആദ്യമായിട്ട് ഗർഭം ഉണ്ടാകുകയല്ലേ. എന്തായിരുന്നാലും ഈ ഒരു അവസ്ഥ നമ്മൾ സൂക്ഷിച്ച് ഇതിനൊക്കെ പൈസ തന്നെ, ഈ ആണുങ്ങൾ അധ്വാനിച്ച പൈസയാണ് ഇതിനൊക്കെ ഈ പോണതേ. ഒരു ഉറുപ്പ്യ കൊടുക്കരുത്. അത് കഴിഞ്ഞാൽ ഒന്ന് പ്രസവിച്ച് കുഞ്ഞായി കഴിഞ്ഞാൽ തുടങ്ങും, ചെറിയൊരു ആൺകുട്ടി ജനിച്ചാൽ മതി, അപ്പോൾ കൊടുക്കും 2 പവൻ സ്വർണം. ആണുങ്ങൾക്ക് എന്തിനാ സ്വർണം? അള്ളാഹ് ഹലാലാക്കിയിട്ടില്ലല്ലോ. ഇപ്പത്തെ പ്രായപൂർത്തി എത്തിയ കുട്ടികൾക്ക് തുടങ്ങിയിട്ടുണ്ട് കുളിക്കല്യാണം. എന്താ അത്? കുട്ടി 11-12 വയസ്സായി പെൺകുട്ടി, അങ്ങനെ ഓള് ആദ്യത്തെ അവരുടെ പ്രായപൂർത്തിയൊക്കെ അറിയിപ്പൊക്കെ വന്ന് സൂചനയൊക്കെ വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ ഓളെ കൊണ്ടുപോയി സ്റ്റേജിൽ നിർത്തി കേക്കില്ലാതെ പിന്നെ ഇല്ലല്ലോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ട് ഓളങ്ങനെ അണിയിച്ചൊരുക്കിയിട്ട് ഓളോട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കൂ, എന്താണ് എൻ്റെ ആഗ്രഹം, കല്യാണത്തെ പറ്റിയിട്ട് എന്താ സ്വപ്നങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഓളങ്ങോട്ട് രാജ്ഞിയാക്കി നിർത്തി. ഇതിനും കടക്കട്ടെ 2 ലക്ഷം. പിന്നെ നമ്മൾ ഇവിടെ പറയാൻ പറ്റുമല്ലോ, നിങ്ങൾ എന്നോടൊന്ന് പിന്നെ പോകാൻ സമ്മതിക്കണം. നിങ്ങൾ ഇപ്പം ചിലയിടത്ത് തുടങ്ങണം സുന്നത്ത് കല്യാണം. സുന്നത്ത് ആ സംഭവം കഴിഞ്ഞതിന് അതിൻ്റെ കല്യാണം. സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അതിനൊരു വലിയ പരിപാടിയൊക്കെ വെച്ച് എന്നിട്ട് എനിക്ക് നോട്ടുമാലൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ കുറേ പാർട്ടിയും പരിപാടിയും ബോക്സും കിറ്റും സമ്മാനം അമ്മായിമാൻ്റെ വക എളാപ്പാൻ്റെ വക ഇങ്ങോട്ട് കൊടുന്നു കൊടുത്തിട്ട് ഈ ചെക്കൻ തന്നെ വിചാരിക്കും ഇത് ഇത്ര വലിയ അത്ഭുതമുള്ള സംഭവമാണോ എന്ന് ഓനക്ക് തന്നെ തോന്നിപ്പോകുന്ന രൂപത്തിൽ ഇങ്ങനെ അങ്ങോട്ട് മാമൂലുകൾ കൊണ്ട് നിറഞ്ഞൊഴുകാണ് നമ്മുടെ വീടും കുടുംബവും. സമ്മതിക്കരുത്. ഇതൊക്കെ ഇസ്ലാമിൽ കുറേ സുന്നത്തൊക്കെ ഉണ്ട്. ആ സുന്നത്തിനെ അങ്ങോട്ട് കോലക്കേടിലേക്ക് മാറ്റരുത് എന്നാ പറഞ്ഞിരിക്കും. വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക, അവിടെ വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഏറ്റവും നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയെ സാമ്പത്തിക വ്യവസ്ഥകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകുക. ജീവിതത്തിൽ എന്തെന്നെ വന്നാലും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ചോനെ, നീ തന്നത് തടുക്കാൻ ഇവിടെ ഒരാൾക്കും പറ്റൂല, നീ തടഞ്ഞത് ഇവിടെ കൊണ്ടുവരാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റൂല എന്ന വാക്ക് നമ്മൾ എഴുതി വെക്കുക, നമ്മുടെ മനസ്സിൽ കുറിക്കുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ഉറച്ച ബോധത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ മക്കളെ നന്നായി പരിചരിക്കുക. അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കൾക്ക് നമ്മൾ നേരത്തെ കുടുംബത്തിൽ കൊടുക്കേണ്ട 3 കാര്യം പറഞ്ഞ പോലെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് 4 സാധനങ്ങളാണ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. 1 സ്നേഹം. ആ സ്നേഹം കിട്ടാതാകുമ്പോഴാണ് ഏതെങ്കിലും ഒരാളേക്കെന്ന് അത് കിട്ടുന്നിടത്തേക്ക് ഇറങ്ങി ഓടുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് സ്നേഹിക്കണം. നിങ്ങളെ വീട്ടിൽ പോയിട്ട് കുട്ടീനെ ഇങ്ങനെ തൊട്ട് തലോടി വർത്താനം പറയണം. 16 അതെ, ഇപ്പം അടുത്ത് നടന്ന വാണിയമ്പലത്ത് നടന്ന കൊലപാതകം, 14 വയസ്സുള്ള പെൺകുട്ടിനെ 16 വയസ്സുള്ള ചെക്കനാണ് മാനഭംഗപ്പെടുത്തിയിട്ട് വന്നത്. വെറുതെ കൊല്ലണം അല്ലേ? അപ്പം ശരീരം വരെ കായും കാലൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഈ ക്രൂരത ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോകണം. ഈ ലഹരിയും കാര്യങ്ങളൊക്കെ കയറി വരുന്ന വാപ്പാരും ഉമ്മാരും ശ്രദ്ധിച്ചോളിയും. നിങ്ങളെ കുട്ടികൾക്ക് തുണിയും കുപ്പായൊക്കെ കൊടുക്കണതിൻ്റെ കൂട്ടത്തിൽ സ്നേഹം കൊടുക്കുക, സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിക്കുക. 2 പ്രശംസ കൊടുക്കുക. എൻ്റെ കുട്ടീനെ കൊടുക്കുക സ്കൂൾക്ക്, അല്ലാ മാഷാ അല്ലാ എൻ്റെ കുട്ടി എല്ലാം പഠിക്കണ കുട്ടിയല്ലോ, ഇങ്ങനെ പ്രശംസ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ കൊമ്പത്ത് കയറ്റി വെക്കണം. നമ്മളെന്താ ആകെ പറയാ, അല്ലെങ്കിലും പഠിക്കൂല, എഴുതൂല, തിന്നൂല, ഉറങ്ങൂല, ഈ ഇല്ല എന്നുള്ളത് പറച്ചിലുണ്ടല്ലോ, അതൊന്ന് കുറക്കണം. അപ്പോൾ കുട്ടീനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന പണി നമ്മൾ ചെയ്യേണ്ടത്. 3 കുട്ടികളെ അംഗീകരിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനൊരു എൻ്റെ കുട്ടിയെ ചെയ്തില്ല, നല്ല കുട്ടിയാണ്, അങ്ങനെ ഒരു അംഗീകാരം ഉണ്ടാവണം. 4 കുട്ടിക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു 5 ഉറുപ്പ്യ എന്തിനാ? ഒരു മഞ്ചു അടിക്കാനപ്പാ. മഞ്ചു മുണ്ടാതെ പൊയ്ക്കപ്പെടുന്നു. ഇവിടെ ട്രെയിനിന് പോകാൻ തന്നെ പൈസ അല്ല, എൻ്റെ മഞ്ച്. അവിടെ ഒരു 5 ഉറുപ്പ്യൻ്റെ പ്രശ്നമുള്ളൂ. ആ കുട്ടി ചിലപ്പോൾ ഏതെങ്കിലും കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചതായിരിക്കും. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് പോലും ഒരു സ്വാതന്ത്ര്യം നൽകൂല. ഇപ്പോൾ വീട്ടിൽ സൈക്കിളുണ്ട്, ഒന്ന് അപ്പുറത്തേക്ക് സൈക്കിൾ കൊണ്ട് പോകാൻ പറ്റില്ല, പിന്നെ ഇത് എന്തിനാ മേടിച്ചു കൊടുത്ത്? അപ്പോൾ ഇത് മേടിച്ച് ചവിട്ടാനാണല്ലോ. അപ്പോൾ ചെറിയൊരു ആവശ്യമുള്ളൂ, അത് സമ്മതിക്കില്ല. പന്തളിക്കാൻ പോലും അവിടെയൊക്കെ ചെക്കന്മാരൊക്കെ ഭയങ്കര പ്രശ്നം, പന്തളിക്കാനൊന്നും പോകാൻ പാടില്ല, ഒന്നിനും സമ്മതിക്കൂല. ഇനി ഫോണിൽ വന്നിരുന്നാലോ അത് അതിനേക്കാൾ വലിയ പ്രശ്നം, അതും പറ്റും.
അപ്പോൾ കുട്ടിക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ആൾക്കാർ കോളേജിലും ക്യാമ്പസിലും അവിടെയും ഇവിടെയും മരത്തിൻ്റെ ചോട്ടിലും പാർക്കിലും കൂൾ ബാറിലൊക്കെ പോയിരുന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള കാരണം അതാണ്. ഇത് നമ്മൾ ഉമ്മാരും വാപ്പാരൊക്കെ ഇവിടെ ഇരിക്കണ എല്ലാവരും ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെ കുടുംബം നരകത്തുനിന്ന് രക്ഷപ്പെടണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. നമ്മൾ ഭാര്യ, നമ്മളമ്മ, നമ്മളെ വാപ്പ, നമ്മളെ എത്ര എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നമ്മൾ നമ്മളെ അമ്മാനെയും വാപ്പാനെയും ആക്ഷേപിക്കുന്നതോ ശപിക്കുന്നതോ ആയ ഒരു വാക്ക് പറയരുത്. നമ്മളെ മക്കൾക്കെതിരായിട്ടൊരു ശാപപ്രാർത്ഥന പോലെ പ്രതിയും നന്നാവൂല, അന്നെ കൊണ്ടൊന്നും ഉപകാരമില്ല എന്ന് പറയരുത്. ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് എതിരായി പ്രാർത്ഥിക്കരുത്. അവർക്ക് ഖൈറായിട്ട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഭാര്യനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാപ്പിളിനായിട്ട് എന്തെങ്കിലും അസ്വാരസ്യമുണ്ടോ? ഇതിങ്ങനെ രണ്ടു കൂട്ടരും ഇങ്ങനെ ഇരുന്ന് പടച്ചോനെ പടച്ചോനെ ഞങ്ങൾക്ക് ഭാര്യയിലൂടെ ഇണയിലൂടെ മക്കളിലൂടെ കൺകുളിർമ തരണേ, സമാധാനം തരണേ, ഞങ്ങളെ ഇമാമിയങ്ങൾ മുത്തഖീങ്ങൾക്ക് ഇമാമിയങ്ങളാക്കി മാറ്റിത്തരണേ. ഈ പ്രാർത്ഥനയും ഇതുപോലുള്ള ശീലങ്ങളും ഗുണങ്ങളും സ്വീകരിക്കുന്നവരെ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറു, അവർ ക്ഷമിച്ചതിൻ്റെ ഭാഗമായി അവർക്ക് സ്വർഗം അല്ലാഹു സമ്മാനം കൊടുക്കും. നമ്മുടെ ഭാര്യയുടെ നമ്മുടെ ഭർത്താവിൻ്റെ പോരായ്മകളിൽ ക്ഷമിക്കുന്നവർക്ക് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടാവും. സ്വർഗത്തിൽ അവരും അവരുടെ ഇണകളും സുഖിക്കുമെന്നും ആനന്ദിക്കുമെന്ന് പറഞ്ഞ ഖുർആനിക ആയത്തുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, പടച്ചോനെ ഞാൻ എന്നല്ല, റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റിത്തരണേ. എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തിത്തരണം. നമ്മളെ വീടുണ്ടല്ലോ, നമ്മളെ വീട് നമ്മുടെ കൊട്ടാരാക്കി മാറ്റണം. ചെറുതായിക്കോട്ടെ. നമ്മളെ ഭാര്യ ഉണ്ടല്ലോ, വീട്ടിലെ രാജ്ഞിയായി മാറണം. ആ വീട്ടിലത്തെ ഭർത്താവ് ആ രാജ്ഞിയുടെ സുന്ദരനായ ഭാര്യ എന്ന പദവി അവിടെ രാജാവ് എന്ന പദവിയിലേക്ക് കൊണ്ടുവരണം. വീട്ടിൽ അനിഷ്ടകരമായത് സംഭവിക്കരുത്, വഴക്കുകൾ ഉണ്ടാക്കരുത്, ചിത്രങ്ങളും രൂപങ്ങളും കെട്ടിത്തൂക്കരുത്, മറ്റു ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അവിടെ നടത്തരുത്. അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം, പരിശുദ്ധ ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, ഇതൊക്കെ നന്നായി ശരിയായി നമ്മുടെ വീടുകളിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇല്ല, നമ്മൾ നമ്മുടെ ദാമ്പത്യം, കുടുംബം, വീട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവസാനം നരകത്തിൻ്റെ മുമ്പിലേക്ക് പാപികളായ മനുഷ്യരെ കൊണ്ടുവരും. ഞാൻ അവസാനിപ്പിക്കാം. യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു, പാപിയായ കുറ്റവാളികളായ ആളുകളെ നരകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ ആഗ്രഹിക്കുമത്രേ. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ, ഞാൻ എൻ്റെ മക്കളെ തരാം, നൊന്തു പ്രസവിച്ച താരാട്ടുപാട്ട് പാടിയ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നരകത്തിലേക്ക് തരാ, എന്നെ ഒന്ന് രക്ഷിക്കുമോ പടച്ചോനെ. നമ്മളെ കുട്ടിനെ നരകത്ത് കൊടുക്കുക, ഇന്നൊന്ന് രക്ഷപ്പെടുത്തുമോ. വസാഹിബത്തിഹി വഹീ, എൻ്റെ സഹധർമ്മിണിയായ ഭാര്യയെ തരാ, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ തരാ. വഫസീലത്തിഹില്ലതി തുവീ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ തരാ. വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജീ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ തരാ, എന്നെ ഒന്ന് രക്ഷിക്കുമോ പടച്ചോനെ. ആരെ വേണേ കൊണ്ടേക്കോ, അള്ളാൻ്റെ മറുപടി ഇവിടെ രക്ഷപ്പെടൂല. വെന്തിരിയുന്ന കത്തിജ്വലിക്കുന്ന നരകം മാത്രമാണ് കൊടുക്കുക.
ഒരാളും പകരം കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആളിക്കത്തുന്ന നരകത്തുന്ന പടച്ച റബ്ബ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ മനോഹരമായ കൺകുളിർമയുള്ള ആസ്വാദനകരമായ ആ വർണ്ണശോഭമായ സുഖകുളിർമകൾ ശീതളമാക്കുന്ന സ്വർഗത്തിൻ്റെ അരുവികളിൽ സുഖത്തോടെ ഉല്ലസിക്കാൻ, കൺതുറന്ന് ആസ്വദിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സ്വർഗത്തിലേക്ക് നയിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ കൺകുളിർമ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാനോടെ കലിമ ഉച്ചരിച്ച് അധ്വാനത്തിൻ്റെ വിയർപ്പ് തുള്ളികളോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.